So, hello guys, welcome back to my channel Techy. ഇപ്പോൾ കുറച്ച് ദിവസമായി അറിയാം നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇപ്പോൾ കാരണം എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ സമയം കിട്ടാറില്ല. അത് മാത്രമല്ല, ഇപ്പോൾ 10ാം ക്ലാസ്സും കൂടെയാണ്, അറിയില്ല ബുദ്ധിമുട്ടെന്തൊക്കെയാണ്. എൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പൂജ ഹോളിഡേയ്സ് സമയം കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം. കുറേ ടോപ്പിക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ദിവസം വീഡിയോ ഇടാതായപ്പോൾ ചാനലങ്ങ് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു 4 വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. ഈ 3 ദിവസം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അതിൽ പ്രസ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, സൗണ്ട് സൗണ്ടൊക്കെയുണ്ട്, അത് ക്ഷമിക്കണം. പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കുന്നതാണ് സെറ്റപ്പ്. ഓക്കെ, ഇത് വേറെ എൻ്റെ റൂമിൽ എൻ്റെ വീടിൻ്റെ 2ാമത്തെ നിലയിലുണ്ട്. ബാക്കിൽ വീടിനുള്ള വെയിനായതുകൊണ്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയുമ്പോൾ എനിക്ക് അത്രയും എളുപ്പമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്ത ഫോട്ടോ ഉണ്ട്, ട്രൈപോഡ് വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവർ കയറി കാണുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ മൊബൈലല്ല PC യിലാണ്. PC ഗെയിംസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, അത് എല്ലാം പെയ്ഡുമാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഈ എമൗണ്ടൊന്നും അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പം അവർക്ക് ആ ഗെയിം കളിക്കുകയും വേണം, എന്നാൽ അവർക്ക് പൈസ അഫോർഡബിൾ അല്ല. അവരുടെ PC സ്പെക്കൊക്കെ കറക്റ്റ് ആയിരിക്കും, അത് വേണ്ടിയിട്ടുള്ള PC സ്പെക്സ് ഒക്കെ കാണും. എന്നാലും പക്ഷെ അവർക്ക് കളിക്കാൻ പറ്റും, എന്നാലും അവർക്ക് പൈസ ഇല്ല അത് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ആ ഗെയിംസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന 2 വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ചില തെറ്റൊക്കെ ഉണ്ട്, പെട്ടെന്ന് പറയുന്നതാണ്, ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയില്ല, അപ്പം ഓർമ്മിച്ചെടുത്ത് പറയുന്നതാണ്. അപ്പോൾ ചില തെറ്റൊക്കെ കാണും, അപ്പോൾ ക്ഷമിക്കുക. വളർന്നു വരുന്നത് നിങ്ങളെ പ്രോത്സാഹനമൊക്കെ വേണം, എനിക്ക് വളർന്നു വരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ആ 2 സൈറ്റുകളുടെ പേരെന്ന് പറയുന്നത്, ഒന്ന് സ്റ്റീം അൺലോക്ക്ഡ് പേര് പറഞ്ഞു, പിന്നെ ഓഷൻ ഓഫ് ഗെയിംസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത് 2 സെക്യൂർ ആയിട്ടുള്ള സൈറ്റ്സാണ്. അല്ല, നിങ്ങൾ ഓൺലൈൻ ഗെയിംസ് GTA 5 ഫ്രീ ഡൗൺലോഡ് എന്നൊക്കെ ഗൂഗിളിലടിക്കും ഇഷ്ടംപോലെ സൈറ്റുകൾ കിട്ടും. പക്ഷെ ആ ഇഷ്ടംപോലെ സൈറ്റുകളിൽ ആ ഗെയിമിനെ കാട്ടി നിങ്ങൾക്ക് വൈറസ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് സെക്യൂർ ആയിട്ടുള്ള സൈറ്റ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഞാൻ ഈ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇതിലും ചിലപ്പോൾ വൈറസ് കാണാം. പക്ഷെ ഞാൻ ഇതിൽ ഈ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു കുഴപ്പമില്ല, ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഇനി ഭാവിയിൽ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. പക്ഷേ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇതുവഴി ഡൗൺലോഡ് ചെയ്യാൻ. നിങ്ങൾ സ്റ്റീമോ എപ്പിക് ഗെയിംസോ വഴി ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വാച്ച് ഡോഗ്സ് ഗെയിംസ് ഈ ഇടയ്ക്കായിട്ട് എപ്പിക് ഗെയിംസ് ഫ്രീ ആയിരുന്നത് നിങ്ങൾ അറിയുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷെ പറ്റിയില്ല. ക്ലാസ്സൊക്കെ ആയിരുന്നു, അതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും ഞാൻ ആ ഗെയിം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ 2 സൈറ്റുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് സംഭവം അറിയാമല്ലോ, പിന്നെ പറയേണ്ടത് അത് കുറേ പ്രാവശ്യമൊക്കെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെബ്സൈറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഓഷൻ ഓഫ് ഗെയിംസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കമ്പ്യൂട്ടർ യൂസേഴ്സ് മിക്കവരും കേട്ടിട്ടുണ്ടാകും. ഇത് പോപ്പുലർ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്.
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മിക്ക ഗെയിംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, മിക്ക ഗെയിംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ഗെയിംസ് ഞാൻ കാണിച്ചു തരാം. GTA 5 നിങ്ങൾക്ക് കാണിച്ചു തരാം. GTA 5 എന്ന് അടിച്ചപ്പോൾ GTA 5 കുറേ ഉണ്ട്, അല്ലെങ്കിൽ മൂന്നാമതുണ്ട്. GTA 5 ഫ്രീ ഡൗൺലോഡാണ്. നിങ്ങൾ GTA 5 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അപ്പം ഇതുപോലെ മിക്ക ഗെയിംസും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻ, ആക്ഷൻ, അഡ്വഞ്ചർ, അത് ഈ സെക്ഷനിലെ ബർത്ത്ഡേ ആണ് നിങ്ങളുടെ ഗെയിം. അപ്പം ആക്ഷൻ സെലക്ട് ചെയ്താൽ ആക്ഷൻ സെക്ഷനിൽ പെടുന്ന എല്ലാ ഗെയിംസും ഇതിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇവിടെ 402 പേജസ് ഉണ്ട്. അപ്പോൾ അതിൽ അത്രയും ഗെയിംസിൻ്റെ ഇതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ലോഡായി വരും. ഗെയിംസ് എടുക്കുമ്പോൾ അതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ്, മിനിമം റെക്കമെൻഡഡ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിപ്പം 8 GB റാം മിനിമം വേണം, 16 GB റാം റെക്കമെൻഡഡ് ആണ്, 2 GB അവൈലബിൾ സ്പേസ് വേണം, അങ്ങനെയെല്ലാം എഴുതിയിട്ടുണ്ട്. വിൻഡോസ് 10 വേണം. അങ്ങനെ എന്നിട്ട് ഇവിടെ താഴെ ഈ ഡൗൺലോഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഗെയിം ഇപ്പോൾ വേറൊരു പേജിലേക്ക് നിങ്ങൾ പോകും, അവിടെ നിന്ന് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഒരു വെബ്സൈറ്റ്. അപ്പോൾ അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്റ്റീം അൺലോക്ക്ഡ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതിലും എല്ലാ ഗെയിംസും അവൈലബിൾ ആണ്. ഇതിൽ റെഡപ്ഷൻ 2, അതേപോലെ അംനീഷ്യ, അങ്ങനത്തെ എല്ലാ ഗെയിമും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലുള്ള എല്ലാ ഗെയിംസും കാണാൻ വേണ്ടി ഇവിടെ മുകളിൽ ബ്രൗസ് എന്നുള്ളൊരു ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗെയിംസും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഗെയിമുണ്ട്. നിങ്ങൾക്ക് ഓരോ ലെറ്ററിൻ്റെ, ഓരോ ഗെയിമിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഗെയിമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് Assassin's Creed 3 ഫ്രീ ഡൗൺലോഡ്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് 10 GB ആണ്, 10.78 GB ആണ് ഇതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ്, പിന്നെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് അതിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഡൗൺലോഡിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് പോകും. അത് ഫസ്റ്റ് കാണുന്ന അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. അതിനെ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അപ്പം ഒരു 10 സെക്കൻഡ്സ് എന്തോ എഴുതി കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കാണിക്കുക, അതിൽ പ്രസ് ചെയ്താൽ മതി. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് ഡൗൺലോഡായി തുടങ്ങും. ഡൗൺലോഡായതിന് ശേഷം 2 വെബ്സൈറ്റിലുള്ള കാര്യമാണ് പറയുന്നത്. ഡൗൺലോഡായതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത ഫയൽ ലൊക്കേഷൻ ചെന്നിട്ട് അതിൽ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടുത്തെ ബ്രൗസ് ചെയ്ത് പ്ലേസ് എവിടെയാണെന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ ലോഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗെയിം ഡൗൺലോഡ് കളിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾ